സ്വന്തം വകുപ്പ് ക്ലീനാക്കാനുള്ള ശ്രമത്തിലാണ് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. പന്തളം ചെറിയ പാലം എസ്റ്റിമേറ്റ് തുകയിലും 70 ലക്ഷം രൂപ കുറച്ച് സമയബന്ധിതമായി തീർത്ത ക്രെഡിറ്റിൽ നിൽക്കുകയാണ് വകുപ്പ്. ഇത് നമ്മുടെ നാട്ടിലെ സർക്കാർ വകുപ്പ് തന്നെയാണോ എന്ന സംശയമാണ് നമുക്ക്. കാരണം വെള്ളാനകളെപ്പോലെ പ്രവർത്തിക്കുന്ന വകുപ്പുകളെ മാത്രമേ നാം കണ്ടിട്ടുള്ളൂ. കൊച്ചിയിലെ പച്ചാളം മേൽപ്പാലം എസ്റ്റിമേറ്റ് തുകയിലും കുറച്ച് ചെലവിട്ട് പണിത് ബാക്കി തുക സർക്കാരിന് തിരികെ നൽകിയ DMRCയുടെ ഇ ശ്രീധരൻ മാതൃക കാട്ടിയിട്ടുണ്ട്. കരാറുകാരെ ഇവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഴിമതിയാണ് കരാറുകാരെയും അഴിമതിക്കാരാക്കുന്നത്. കരാറുകാരെ നന്നാക്കുകയാണ് നമ്മുടെ മന്ത്രി സുധാകരൻ്റെ ആദ്യ ലക്ഷ്യം. നമ്മുടെ നാട് കോൺട്രാക്ടറെ പറ്റി ഒരു മോശം അഭിപ്രായമാണ് പൊതുവെ. അവൻ കോൺട്രാക്ടറാണ്, ഒരു മോശം അഭിപ്രായം. അത് കോൺട്രാക്ടർ എന്ന് വെച്ചാൽ ഒരുപാട് പൈസ വെട്ടിച്ചെടുക്കുന്ന ആൾ, എന്നിട്ട് എല്ലാവർക്കും കൈക്കൂലി കൊടുക്കുന്ന ആൾ. ഇതാണ് ഒരു സങ്കല്പം. അത് ഒരു വിഭാഗം ആളുകൾ അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവ അന്തസ്സുള്ള ഒരു ജോലിയാണ്. അത് കോൺട്രാക്ടറെ പോലും അറിയാൻ പാടില്ല. ഇപ്പം നമ്മളെന്ത് ചെയ്യും? മന്ത്രിക്ക് മുൻ മന്ത്രിയെക്കുറിച്ചും പരാതിയാണ്. അല്ലെങ്കിൽ തന്നെ അവനവൻ്റെ മണ്ഡലത്തെ സമ്പന്നമാക്കുക എന്നുള്ള ചില മന്ത്രിമാരൊക്കെ എങ്ങനെയായിരുന്നു മുമ്പ്. അവരുടെ റോഡെല്ലാം ഗംഭീരമായിരിക്കും, പക്ഷേ അവരുടെ മണ്ഡലം കഴിയുമ്പോൾ കിടക്കും, തലയും കുത്തി കിടക്കും. എന്നാൽ പിന്നെ അതുകൂടെ ഒന്ന് നന്നാക്കണ്ടേ? ഒരു മണ്ഡലത്തിനകത്ത് ഒരു മന്ത്രിക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇതൊക്കെ അല്പത്തനാണ്. കേരളം മൊത്തം നന്നാവണം, സ്വന്തം മണ്ഡലം നന്നാവണം. കാരണം ലോകം മുഴുവൻ കീഴടക്കി വന്നപ്പോൾ വീട് അന്യാധീനപ്പെട്ടിട്ട് വല്ല കാര്യമാണ്. എല്ലാം നേരിട്ട് വന്നു, വീട് അന്യാധീനപ്പെട്ടു. ഇതൊരു പഴമൊഴിയാണ്, അതുകൊണ്ട് കാര്യം. മന്ത്രിയുടെ മണ്ഡലമായ അമ്പലപ്പുഴയിൽ മുമ്പ് 10 പൈസ നൽകാത്തതിലുള്ള പ്രതികാരവും മന്ത്രി ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ 10 വർഷം അമ്പലപ്പുഴ MLA ആയിരുന്നു. 10 അല്ല 15 വർഷം. ഈ കഴിഞ്ഞ 5 വർഷം ഒരു നയാ പൈസ എനിക്ക് തന്നിട്ടില്ല. ഒരു നയാ പൈസ എന്നെ മണ്ഡലത്തിൽ PWD തന്നു, ഒറ്റ പൈസ തന്നിട്ടില്ല. 5 വർഷം ഒരു റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിന് പോലും 10 പൈസ തന്നിട്ടില്ല. ഞാൻ പിന്നെ MLA ഫണ്ടും ആസ്തി വികസനവും പിന്നെ ഫ്ലഡൊക്കെ ഒരുവിധമൊക്കെ അങ്ങ് നടത്തും. ഞാനതുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിന് 1.5 കോടി കൊടുത്ത് തവണ എന്തിനെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. ഞാൻ പ്രതികാരം പറ്റും 1.5 കോടി. എന്റെ ഏറ്റവും സുഹൃത്താണ്. ഞാൻ ഒന്നും അദ്ദേഹത്തിനെതിരായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. മന്ത്രി ജി സുധാകരൻ പ്രവർത്തിക്കുന്ന മന്ത്രിയാണെന്നതിൽ തർക്കമില്ല. പ്രവൃത്തിയേക്കാൾ വാചകമടിയാണ് കൂടുതലെന്ന് പറയുന്ന വിമർശകർക്ക് ഇതാ മന്ത്രിയുടെ മറുപടി. എല്ലാ രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയും കളിയാക്കുന്നതാണല്ലോ ടെലിവിഷനിൽ നിങ്ങളുടെ വക്രദൃഷ്ടി അങ്ങനെ പോലെ പങ്ക്തി എല്ലാത്തിലും ഇല്ലേ. ഞാനത് കാണാം. ഈ കഴിഞ്ഞ ഒരാഴ്ച എന്നെപ്പറ്റിയായിരുന്നു ഏറ്റവും കൂടുതൽ. പക്ഷേ ആ ടെലിവിഷൻ കമൻറ്റേറ്റർ പറയുകയാണ് ജി സുധാകരൻ എന്ന് പറഞ്ഞാലും കുറേ കാലം കഴിഞ്ഞ് ശരിയാവുന്നു എന്ന് പറയേണ്ടി വന്നു. കാരണം ബോധപൂർവ്വ സമൂഹം ദോഷമാണ് ഒന്നും ഞാൻ പറയാറില്ല. ആ കാര്യത്തൊക്കെ ഒരു പരിശീലനം എനിക്ക് സ്വയമുണ്ട്. പാർട്ടിയിൽ നിന്ന് കിട്ടിയതും ഞാൻ എൻ്റെ പ്രവർത്തനം കൊണ്ട് കൂട്ടിച്ചേർത്ത്. അതുകൊണ്ട് ഏത് കാര്യം ഞാൻ പറഞ്ഞത് തെറ്റായത്? സമ്മതിച്ചേ, മന്ത്രി പറയുന്നത് പലതും തെറ്റായി ഭവിക്കാറില്ല. പക്ഷേ ഈ ലോകസത്യങ്ങൾ അവതരിപ്പിക്കാൻ എഴുതുന്ന സാഹിതീയ പ്രവർത്തനങ്ങളുണ്ടല്ലോ, കവിത എഴുത്ത്, അത് അച്ചടിച്ചു വരുന്ന വാരികകൾ പൈസ കൊടുത്തു വാങ്ങുന്നവരെ കൂടി ഒന്ന് ഓർക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. വക്രദൃഷ്ടി വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30. നന്ദി, നമസ്കാരം.